ഞാൻ സുലേഖ സക്കീർ. ഞാനിന്നിവിടെ ഒരു ഓറഞ്ച് ക്രഷാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഓറഞ്ചിൻ്റെയൊക്കെ സീസണാണല്ലോ, അപ്പോൾ വിലക്കുറവിൽ ഇപ്പോൾ എല്ലാവരും ധാരാളം ഓറഞ്ചൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളൊന്നും കഴിക്കില്ല, വെറുതെ അവിടെ ഇരുന്നൊക്കെ ചീത്തയായി പോകും. അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഇതേപോലെ ഒരു ക്രഷ് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അത് ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ അതിൽ പുരട്ടിയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ ഓറഞ്ച് ട്രഫിൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗിക്കാം. വീഡിയോ എല്ലാവരും ഒന്ന് കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓറഞ്ച് ക്രഷിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് അല്ലികളായിട്ട് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത ഓറഞ്ച് നീരാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറുനാരങ്ങയൊക്കെ പിഴിയണ പ്രസ്സറിൽ 2 എണ്ണം വെച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്ത് അതിലും നീരെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. പക്ഷേ കുരു അരഞ്ഞ് പോകാതെ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ നല്ല കയ്പ്പുണ്ടാവും. മുസമ്പി പോലത്തെ ഓറഞ്ചാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം, അപ്പോൾ കയ്പ്പുണ്ടാവില്ല. ഇത് ഞാൻ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല പുളിപ്പുള്ള ഓറഞ്ചാണെങ്കിൽ പഞ്ചസാര അധികം ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു തുള്ളി റെഡും ഒരു തുള്ളി യെല്ലോ കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഒടിച്ചെടുത്തതിന് ശേഷമാണ് ഗ്യാസ് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാമുള്ളൂ. ഇപ്പോൾ കട്ടയൊക്കെ ഞാൻ നന്നായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തീ കൂട്ടിയിട്ടിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. നിർത്താതെ ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് റെഡിയാവും. ഇത് കുറുകി വരുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട കളറായിരിക്കില്ല ഇത് കുറുകി വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ മാറും. ശരിക്കുള്ള ഒരു ഓറഞ്ച് നീരിൻ്റെ ഫ്ലേവറല്ല, വേറൊരു ഫ്ലേവറായിരിക്കും ഇതിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം, കുറുകി വന്ന്. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ ഓറഞ്ചൊക്കെ വേസ്റ്റാക്കി കളയാതെ ഇതേപോലെ ക്രഷ് ഉണ്ടാക്കി വയ്ക്കുക. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.